വിഷയവുമായി ബന്ധപ്പെട്ടും വെള്ളാപ്പള്ളി എടുക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്. അതിനൊപ്പമാണ് ജി സുധാകരനെ ദുഃഖിപ്പിക്കരുത് എന്നുള്ളൊരു നിലപാടും എടുക്കുന്നത്. കായംകുളത്ത് CPM-നകത്തുണ്ടാകുന്ന ആഭ്യന്തര തർക്കങ്ങളടക്കം കൂടി പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടുകൂടി ഒക്കെയാണോ വെള്ളാപ്പള്ളി ഇത് പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ CPM നേതൃത്വം വളരെ കൃത്യമായി വിവരങ്ങൾ പങ്കുവയ്ക്കുകയും അഭിപ്രായങ്ങൾ തേടുകയും മറിച്ച് സംസ്ഥാന നേതൃത്വത്തോട് ഇടപെടൽ നടത്തുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം അരൂർ സീറ്റ് മനൂസി പുളിക്കൽ മത്സരിക്കുന്ന സമയത്ത് പോലും അരൂർ സീറ്റിനെ സംബന്ധിച്ച് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ നേരിട്ട് വെള്ളാപ്പള്ളി നടേശനോട് അരൂർ സീറ്റിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള അഭിപ്രായം തേടിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അഭിപ്രായം തേടുകയും ഒപ്പം തന്നെ ആ അഭിപ്രായങ്ങൾ മുഖവിലേക്ക് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബന്ധം ആലപ്പുഴയിലെ CPM നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വെള്ളാപ്പള്ളി നടേശനുമായി ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാണ് ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അദ്ദേഹം ആലപ്പുഴയിലെ രാഷ്ട്രീയമല്ല, സംസ്ഥാനത്തെ രാഷ്ട്രീയം മുഴുവൻ നിരീക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷേ ആലപ്പുഴയിലെ രാഷ്ട്രീയം ഇഴകീറി പരിശോധിക്കുകയും ഇഴകീറി അറിയുകയും ചെയ്യുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ്. അതിൽ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന് കൃത്യമായ അടുപ്പവും അദ്ദേഹം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജി സുധാകരന്റെ വിഷയം നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ നിരീക്ഷണം വളരെ കൃത്യമാണ്. അതായത് ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ജി സുധാകരനെ ദുഃഖിപ്പിച്ച് നിർത്തിക്കൊണ്ട് ആലപ്പുഴയിലെ CPM മുന്നോട്ട് പോകുന്നത് അവർക്ക് ഗുണകരമല്ല എന്നുള്ള കൃത്യമായ റീഡിംഗ് ആണ് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഈ വിഷയങ്ങൾ പരിഹരിച്ചു പോകണം. ജി സുധാകരനെ പാർലമെന്ററി രംഗത്തേക്ക് വീണ്ടും കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യമല്ല ഉന്നയിക്കുന്നത്. മറിച്ച് ജി സുധാകരനെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ആലപ്പുഴയിലെ പാർട്ടിയിലെ കാര്യങ്ങൾ പരിഗണിക്കണം. ആ ഒരു വിശ്വാസത്തിലെടുക്കലോ പരിഗണനയോ നൽകാതെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ജി സുധാകരൻ ഇപ്പോഴും ആലപ്പുഴയിൽ വളരെയധികം വേരുകളുള്ള നേതാവാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു ജനപ്രിയൻ എന്നുള്ള ഒരു ഇമേജ് ഉള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും മറ്റൊരു തരത്തിൽ CPM-ന് അത് തിരിച്ചടിയായി മാറും. അല്ലെങ്കിൽ ഈ ഉൾപാർട്ടി പോരിന്റെ ഫലമായി പ്രാദേശികമായി അദ്ദേഹത്തിനെ ഒതുക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രകോപനപരമായ നടപടികൾ മൊത്തത്തിൽ CPM-നെ ബാധിക്കുന്ന രീതിയിലേക്ക് അത് എത്തും. അത് ശരിയല്ല, അത് ഗുണകരമല്ല എന്നുള്ളതാണ്. ജി സുധാകരനെയും വളരെ നന്നായി അറിയാവുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ്. ഈ ഒരു ഇന്റേണൽ സ്പ്ലിറ്റ് അല്ലെങ്കിൽ അത്തരത്തിലൊരു തർക്കം, ആ പ്രകോപനങ്ങൾ, അതിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ, ഇതൊക്കെ പല രീതിയിൽ CPM-നെ ബാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. അത് കൃത്യമായ ഒരു അസസ്മെന്റ് കൂടിയാണ്. ആ രീതിയിൽ ഇത് പരിഹരിച്ചു പോകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ CPM-ന് അത് തലവേദന സൃഷ്ടിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജി സുധാകരനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നത്. അതിൽ തന്നെ ആലപ്പുഴയിലെ CPM രാഷ്ട്രീയവുമായി വളരെയധികം അടുത്ത ബന്ധമുള്ള ഒരാളാണ്. മറ്റൊന്ന്, ആലപ്പുഴ ജില്ലയിലെ CPM നേതൃത്വം ആഗ്രഹിക്കുന്നത് എന്താണോ കുട്ടനാട് സീറ്റിനെ സംബന്ധിച്ച്, അതാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത്. ഞാൻ തിരികെ എത്താം. ശരണ്യ, വെള്ളാപ്പള്ളി ഇങ്ങനെയാണ് പറഞ്ഞത്: ജി സുധാകരനെ കൂടി വിശ്വാസത്തിലെടുക്കാതെ പോയാൽ CPM-ന് ദുഃഖിക്കേണ്ടി വരും, അതിന്റെ ദോഷം ആലപ്പുഴയിൽ ഉണ്ടാകുമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ആലപ്പുഴയിൽ ദുഃഖിപ്പിച്ച് നിർത്തരുത് ജി സുധാകരനെ. ജി സുധാകരൻ വളർത്തിയവരാണ് ഇപ്പോൾ കാലുവാരുന്നത്. അദ്ദേഹത്തിനെതിരെ ഒരു ശക്തി പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സുധാകരൻ സാറിനെയൊന്നും വെറുപ്പിക്കാതെ കൊണ്ടുപോകണം. സുധാകരൻ സാർ ഒരു അപ്രസക്തനായ ഒരാളായിട്ട് കാണരുത്. അദ്ദേഹത്തിന് ഇന്നും വളരെയധികം പേരുകൾ ആലപ്പുഴയുണ്ട്. ആലപ്പുഴയിൽ അദ്ദേഹത്തെ ദുഃഖിപ്പിച്ച് നിർത്തരുത്. അദ്ദേഹത്തിൻ്റെ നന്മകൾ എല്ലാവർക്കും അറിയാം. ഒരു ജനപ്രിയനാണ്. അദ്ദേഹം വളർത്തിക്കൊള്ളുന്നവരാണ് പലരും അദ്ദേഹത്തിനെ കാലുവാരിയത്. അദ്ദേഹത്തെ കൂടെ ഒരു വിശ്വസ്തയിലെടുത്ത് കൊണ്ടുപോകാനുള്ള നയം ആലപ്പുഴ എടുത്തില്ല എങ്കിൽ അതിൻ്റേതായ ചെറിയ ദോഷങ്ങളൊക്കെ ആലപ്പുഴ സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അകത്തു നിന്ന് ആ റിപ്പോർട്ട് പുറത്തു പോയി എങ്കിൽ അദ്ദേഹത്തിനെതിരായൊരു ശക്തി അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളത് നേരെ തന്നെ. അത് അവിടെ നിന്നല്ല, എല്ലായിടത്തും പാർട്ടിയെടുത്ത് ചെറിയ ചെറിയ ഗ്രൂപ്പും വഴക്കുമൊക്കെ അധികാരത്തിൻ്റെ പേരിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഒപ്പം കോൺഗ്രസിലും നേതാക്കന്മാരെ വെറുതെ വിടുന്നില്ല വെള്ളാപ്പള്ളി. VD സതീശനെതിരെ വീണ്ടും വിമർശനം ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ പല ഘട്ടങ്ങളിലായി VD സതീശനെ എതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് സതീശൻ ചതയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടവർ നടത്തിയ പ്രസ്താവനകളുടെ മഞ്ഞുരുകുന്നു എന്നുള്ള ചില സൂചനകളൊക്കെ വന്നിട്ട് പോലും അതങ്ങനെയല്ല എന്ന് കൂടി വ്യക്തമാകുകയാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. VD സതീശനൊപ്പം ഒരു മരപ്പെട്ടി പോലും ഇല്ല എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. സതീശന് വിവരം വഴിയെ പോയിട്ടില്ല എന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. സ്വർഗരാജ്യത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെയാണ് തീരുമാനം. പ്രതിപക്ഷ
നേതാവായപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയ പോലെയാണ്. ആനയായി വന്നിട്ട് എലിയെപ്പോലെ സതീശൻ കഴിയുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കോൺഗ്രസിനകത്ത് ആരാണ് നേതാവ്? ഒരു പ്രതിപക്ഷ നേതാവുണ്ട് സതീശൻ. സതീശൻ എന്ന് പറഞ്ഞാൽ വിവരമെന്ന് പറഞ്ഞ വഴിയേ പോയിട്ടില്ല. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചത്. ആരോടൊരു മാന്യവും മര്യാദയായിട്ട് പെരുമാറാൻ അറിയാൻ പാടില്ലാത്തതാണ്. പറിച്ചു കേട്ട താനേതാണ്ട് മുകളിൽ നിന്ന് സ്വർഗരാജ്യത്ത് നിന്ന് ദൈവദൂതനായിട്ട് ഇട്ട് ഇറക്കി വിട്ട ആളിനെ കൂട്ടുള്ള വർത്തമാനമാണ്. വന്ന് ഇപ്പോൾ ഒരു മരപ്പെട്ടി പോലും കൂടെ ഇല്ലാത്ത പരുവത്തിലായില്ലേ. അഹങ്കാരം ഒരിക്കലും ഒരു വിനയമാണ് മനുഷ്യർക്ക് വേണ്ടത്. പൊതുപ്രവർത്തനത്തിൽ പ്രത്യേകിച്ചും ഇത് വിനയമുണ്ട് അദ്ദേഹത്തിന്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായതോടുകൂടി ഏതാണ്ട് അമേരിക്കൻ പ്രസിഡൻ്റായ രീതിയാണ് പദവിയും പ്രതാപവും പറച്ചിലും. ഇപ്പോൾ വന്ന് വലിയ ആനയായിട്ട് വന്ന് ഇപ്പോൾ കുഴിയാനയായിട്ട് കിടക്കുക. പിന്നെ കോൺഗ്രസിന് ആരാ ഉള്ളത്? വി.ഡി. സതീശനെ വിമർശിക്കുമ്പോൾ അതേസമയം കെ.സി. വേണുഗോപാലിന് കൂടുതൽ മാർക്ക് കൊടുക്കുകയും ചെയ്യുന്നു വെള്ളാപ്പള്ളി എന്നുള്ളതുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുഖ്യമന്ത്രിയാകാൻ UDF-ൽ യോഗ്യത കെ.സി. വേണുഗോപാലിനാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു. ഏറെക്കാലമായി വേണുഗോപാലിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന വെള്ളാപ്പള്ളിയിൽ നിന്നാണ് ഇപ്പോൾ ഈ മറിച്ചുള്ള വാക്കുകൾ ഉണ്ടായിരിക്കുന്നത്. അനുയായികളുള്ളത് വേണുഗോപാലിനൊപ്പമാണ് എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഒരു മലയാളി കോൺഗ്രസിന്റെ രണ്ടാമത്തെ ആളായി വളർന്നതിൽ സന്തോഷം. തർക്കമുണ്ടെങ്കിലും വേണുഗോപാലിന്റെ കഴിവിനെ അഭിനന്ദിക്കാതെ വയ്യ എന്നും വെള്ളാപ്പള്ളി. ഇപ്പോൾ അനുയായിയുള്ളത് വേണുഗോപാലിനാണ്. പുള്ളി ഡൽഹിയിലാണ്. പുള്ളി ഇവിടെ ഇഷ്ടംപോലെ അനുയായികളെ പ്രസൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ മകൻ വിടുവാന്ന് എനിക്ക് സംബന്ധിച്ചതാണ്. സോണിയയുടെ മകനെ ഇയാൾ അവിടെ വേണം പുള്ളിക്ക് പല കാര്യങ്ങൾക്കും. അയാളിപ്പോൾ നേതാവായില്ല. അയാൾ നമുക്ക് എത്ര വന്നാലും ഞാനുമായിട്ട് പല ഗുസ്തി ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിവിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം ഇവിടെയുള്ള ഒരു മലയാളി ഡൽഹിയിൽ ചെന്ന് അവരെല്ലാം കീഴടക്കി അവരിൽ രണ്ടാമനായി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കഴിവല്ലേ. കാരണം ഇന്നത്തെ പരിസ്ഥിതിക്ക് കാരണം കോൺഗ്രസിൻ്റെ സെൻട്രലിലും സ്റ്റേറ്റിലും പിടിമുറുക്കി നിൽക്കുന്ന വേണുഗോപാലിനായിരിക്കും ഇന്ന് സാധ്യത. പിന്നെ ഇതൊക്കെ സാധ്യത പറഞ്ഞാലും കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയിട്ട് വേണ്ട സാധ്യത. വീണ്ടും ശരണ്യ സ്റ്റേഷനിലേക്ക്. ശരണ്യ, കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുമോ, UDF അധികാരത്തിൽ വരുമോ എന്ന കാര്യത്തിലൊക്കെ മറ്റൊരു അഭിപ്രായമാണ് വെള്ളാപ്പള്ളി പറയുന്നതെങ്കിലും ഇപ്പോൾ കെ.സി. വേണുഗോപാലിനൊപ്പം നിൽക്കുക, തർക്കമുണ്ടെങ്കിലും കെ.സിയെ അഭിനന്ദിക്കുന്നു. പക്ഷേ വി.ഡി. സതീശനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് മാറുന്നുമില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസിലുണ്ടാകുന്ന നേതൃത്വ മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തർക്കങ്ങൾ അകത്ത് നടക്കുമ്പോഴാണ് അതിന് ഇന്ധനം നൽകുന്ന തരത്തിൽ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ഉണ്ടാകുകയും ചെയ്യുന്നത്. സതീശനെ പരിപൂർണമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടെടുക്കുമ്പോൾ കെ.സി. വേണുഗോപാലിന് അഭിനന്ദിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ നിലപാട് വായിച്ചെടുക്കേണ്ടത്? തീർച്ചയായിട്ടും അത്ഭുതകരമായ ഒരു നിലപാട് എന്ന് തന്നെ പറയാം. കാരണം നമുക്കറിയാം, ഈ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെയും വെള്ളാപ്പള്ളി നടേശൻ കെ.സി. വേണുഗോപാലിനെ ഏത് രീതിയിലാണ് ആക്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്കറിയാവുന്നതാണ്. എല്ലാ കാലത്തും കെ.സി. വേണുഗോപാൽ അതിനെ അതിശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും വളരെ കടന്ന രീതിയിൽ ആക്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാട് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അത് മാറ്റുന്നു എന്നുള്ളത് വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. അത് നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കാരണം കെ.സി. വേണുഗോപാൽ ഇപ്പോൾ ആരാകും ഒരുപക്ഷെ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഈ കോൺഗ്രസിനുള്ളിൽ വലിയൊരു വടംവലി നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അതായത് ഒരു കെ.സി. വിരുദ്ധനായ ഒരാളുടെ ഭാഗത്തു നിന്ന് കെ.സി. വേണുഗോപാലിന് മാർക്ക് വീണത് എന്നുള്ളതാണ് ശ്രദ്ധേയം. കെ.സി. വേണുഗോപാൽ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ യോഗ്യതയുള്ള ഒരാളായി താൻ കാണുന്നത് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ കെ.സി. വേണുഗോപാൽ മാത്രമാണ്. സംഘടനാ രംഗത്ത് കെ മുരളീധരനാണെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ അത് കെ.സി. വേണുഗോപാലാണ് താൻ പരിഗണിക്കുന്ന ഒരാൾ എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. മാത്രമല്ല, ഇങ്ങനെ നിന്നുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു മലയാളിയായ ഒരാൾ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ആളായി മാറുക എന്നുള്ളത് അഭിനന്ദനാർഹം തന്നെയാണ്. അണികൾ കെ.സിക്കൊപ്പം മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി ഇത്തരത്തിൽ ഒരു UDF ഒരു വിജയത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു കെ.സിയുടെ ഒരു സാധ്യത ഉണ്ടോ എന്നുള്ള ഒരു
പരിഗണനയാണോ ഇത് ഇത്തരത്തിലൊരു തീരുമാന മാറ്റത്തിന് അല്ലെങ്കിൽ അഭിപ്രായ മാറ്റത്തിന് എന്ന് പറയാം. പക്ഷേ വെള്ളാപ്പള്ളി അങ്ങനെയാണ്, പലപ്പോഴും തുറന്നടിച്ച് വിമർശിക്കാറുണ്ട്. ചില കാര്യങ്ങളെ അദ്ദേഹം വളരെ വ്യക്തമായി അംഗീകരിക്കേണ്ട കാര്യങ്ങളെ വ്യക്തമായി തുറന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതേ സമയം തന്നെ VD സതീശനെ അതിരൂക്ഷമായി വിമർശിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവിടെയും മഞ്ഞ് ഉരുകിയിട്ടില്ല, അത് അതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം VD സതീശനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. ഒരു മരപ്പെട്ടി പോലും VD സതീശനോടൊപ്പം ഇല്ല എന്ന് പരിഹസിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ആനയെ പോലെ വന്നു, ഇപ്പോൾ എലിയെ പോലെ ഇരിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. അഹങ്കാരമാണ്, ധാർഷ്ട്യമാണ്. ഇത്ര മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ താൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷ ബഹുമാനമോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള മാന്യതയോ ആ രീതിയിൽ മറ്റ് സഹപ്രവർത്തകരോട് വെച്ച് പുലർത്തുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അതിരൂക്ഷമായി തന്നെ VD സതീശനെതിരെ വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല VD സതീശന്റെ വിഷയം പറയുമ്പോൾ തന്നെ, അതായത് സ്വർഗരാജ്യത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെയാണ് സതീശന്റെ പ്രവർത്തികൾ എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവായപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ പോലെയാണ് VD സതീശൻ പെരുമാറുന്നത് എന്നുള്ളതാണ്. അതാണ് അയാളുടെ ചിന്ത എന്നുള്ള രീതിയിൽ VDക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ വെള്ളാപ്പള്ളി VD സതീശനെ ആക്രമിക്കുമ്പോൾ, ആ രീതിയിൽ പറയുമ്പോൾ, എന്നാൽ KC വേണുഗോപാലിന് ഒരിക്കലുമില്ലാത്ത രീതിയിൽ ഒരു പച്ചക്കൊടി വീശുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആ രീതിയിൽ KC അഭിനന്ദിച്ചുകൊണ്ട് പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ഒരുപക്ഷെ നമുക്ക് നേരത്തെ അറിയാം, ഈ തർക്കങ്ങൾ രൂക്ഷമായ സമയത്ത് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ വന്നിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ, ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഇപ്പോൾ UDF-നകത്ത് അല്ലെങ്കിൽ അത്തരം ചർച്ചകളില്ല. ഇന്ന് അവരുടെ മേൽ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഉപരിസമിതിയുടെ അഭിപ്രായം വരുന്നു. അത്തരം ചർച്ചകളുടെ പ്രാധാന്യം ഇപ്പോൾ കേരളത്തിലില്ല എന്ന് പറയുമ്പോൾ, അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉടലെടുത്താൽ, അങ്ങനെ ഒരു സാഹചര്യത്തിന് സാധ്യതയില്ല എന്ന് വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തിന് 100% മാർക്കിട്ടുകൊണ്ട് അപ്പുറത്ത് നിന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും, നിലവിലൊരു സാഹചര്യം ഉടലെടുത്താൽ അതിൽ അനുയായികളുള്ള കഴിവ് തെളിയിച്ച KC വേണുഗോപാൽ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടതെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുമ്പോൾ, മാറി വരുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടി അതിനകത്തുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ വിമർശനം വെള്ളാപ്പള്ളി ഉന്നയിക്കുകയും ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടം പൊതുപരിപാടികൾ സജീവമായതടക്കമുള്ള കാര്യങ്ങൾ എന്ത് വൃത്തികേട് കാണിച്ചാലും അത് പൊന്തൂവലായി വെക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത് എന്ന് വെള്ളാപ്പള്ളി അതിരൂക്ഷമായി തന്നെ വിമർശിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത്. ഒപ്പം തന്നെ പണ്ട് ഇതൊന്നുമല്ലായിരുന്നു കോൺഗ്രസിൻ്റെ അവസ്ഥ. സ്ത്രീകളെ വഞ്ചിച്ചാൽ അയൽപ്പക്കത്ത് കൂടി, അല്ലെങ്കിൽ സ്ത്രീകളെ വഞ്ചിച്ചാൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അയൽപ്പക്കത്ത് കൂടി പോയാൽ പോലും കോൺഗ്രസിൻ്റെ പടിയുടെ വാതുക്കൽ പോലും അത് എത്തി നിൽക്കാൻ അത്തരം ആളുകൾക്ക് കഴിയില്ലായിരുന്നു എന്നുള്ളതാണ് രാഹുലിനെ വിമർശിച്ചുകൊണ്ട് VD സതീശൻ രാഹുലെ വിമർശിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ശബരിനാഥിന്റെ വിഷയമടക്കം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശബരിനാഥിനെ പോലെ ഒരു ക്ലാസ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്, അതും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ പരിതാപകരമായ അവസ്ഥ കൊണ്ടാണ് എന്നുള്ള വിമർശനമാണ് വെള്ളാപ്പള്ളി ഉന്നയിച്ചിട്ടുള്ളത്. ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ BJP അധ്യക്ഷന് അദ്ദേഹം കൂടുതൽ മാർക്ക് നൽകുന്നു. രാജീവ് ചന്ദ്രശേഖർ മികച്ച അധ്യക്ഷൻ എന്നുള്ള രീതിയിലുള്ള രാജീവ് ചന്ദ്രശേഖറിനുള്ള കയ്യടി അടക്കമുള്ള കാര്യങ്ങളും ഇതിനകത്ത് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ നമ്മളോട് സംസാരിച്ചത്.